അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ അല്ലാഹുവിൻ്റെ മഹത്വമേറിയ ഇസ്മാകുന്ന യാ വഹാബു യാ അല്ലാഹ് എന്ന ദിക്റിന്റെ മഹത്വത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട അത്ഭുത നാമമാണ് വഹാബ് എന്ന ഇസ്മ. അവന്റെ അടിമകൾക്ക് ധാരാളമായി വാരിക്കോരി കൊടുക്കുന്ന റബ്ബ് എന്ന് അർത്ഥം വരുന്ന മഹത്തായ നാമമാണ് വഹാബ് എന്ന ഇസ്മിന്റെ അർത്ഥം. ഈ ഇസ്മ ജീവിതത്തിൽ പതിവാക്കി വന്നാൽ അനവധി മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് മഹാന്മാർ പറയുന്നു, ഇശാ നിസ്കാരത്തിന് ശേഷം ഒരാള് ഈ ഇസ്മ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ തന്നെ നിൽക്കുന്നതിന് മുമ്പായി യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ് എന്നിങ്ങനെ 14 വട്ടം ചൊല്ലി പതിവാക്കി വന്നാൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്ത്, ഹലാലായ ധനം കൊടുത്ത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ അല്ലാഹു തആല ഉയർത്തിക്കളയും. അവനിക്ക് മരിക്കുന്നതുവരെ ദാരിദ്ര്യം വരികയില്ല, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും, ഹലാലായ സമ്പത്തുണ്ടാക്കാനുള്ള വഴി തുറന്നു കിട്ടും എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും ഇശാ നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ 14 വട്ടം ചൊല്ലി വരാൻ ശ്രമിക്കുക. അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.